ഹായ് ഫ്രണ്ട്സ്, ഞാൻ പാവയ്ക്ക കൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാനാണ് ഒരുങ്ങുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു കാ ചെറുതായിട്ട് നിൽപ്പുണ്ട്, ഒന്ന് വലുതായിട്ടുണ്ട്. അത് ഞാനിന്ന് പിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു പാവയ്ക്ക ആയാലും അതുകൊണ്ടൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം ഞാനിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കാട്ടിത്തരാം. ഒരു പാവയ്ക്ക അരിഞ്ഞപ്പം തന്നെ നമുക്ക് അത്യാവശ്യം പീസ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ മൈദ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഒരു ടേസ്റ്റിന് വേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട്. മുട്ട ഓപ്ഷണലാണ്. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഉണ്ടല്ലേ, ഈ കുറുക്കം വേണം. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ പീസ് പാവയ്ക്ക മുക്കിയെടുക്കാം. അതുപോലെ എല്ലാം നമുക്ക് മുക്കിയിട്ട് തയ്യാറാക്കാം. നമുക്ക് പാവയ്ക്ക വറുത്തെടുക്കാം. നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരാം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. തീ ഒരുപാടാവരുത്, സിമ്മിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ഉണ്ടല്ലേ, അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക സ്നാക്സ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് മാറും ഇത്. പാവയ്ക്ക ആരും തന്നെ അധികം കഴിക്കാൻ മടിക്കുന്നവരാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്. ഒരു പാവയ്ക്കായ കൊണ്ടാണ് നമുക്കൊരു ബൗള് നിറച്ച് പലഹാരമായത്. ചായയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്. കയ്പ്പ് ഒരു ശകലവും ഉണ്ടാകത്തില്ല. നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി, കയ്പ്പുള്ള പാവയ്ക്കാണെങ്കിൽ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.